Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിൻ്റെ 5th ചാപ്റ്ററായ ലോസ് ഓഫ് മോഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ന്യൂമറിക്കൽസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും ഇൻക്ലൂഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയിലേക്ക് പോവാം. The first question is state the law of static friction. എന്താണ് law of static friction എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? ഫ്രിക്ഷൻ നമുക്കറിയാം അല്ലേ. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു ഒപ്പോസിങ് ഫോഴ്സാണ്. അതായത് രണ്ട് ഒബ്ജക്ട്സ് വെൻ ദേ ആർ ഇൻ കോണ്ടാക്റ്റ്, അതായത് ഇൻ കോണ്ടാക്റ്റ് ആയിട്ട് അവ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, അതിന് ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഒപ്പോസിങ് ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി എന്തായിരിക്കും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഒപ്പോസിങ് ഫോഴ്സ് ദാറ്റ് കംസ് ഇൻ ടു പ്ലേ വെൻ വൺ ബോഡി ടെൻസ് ടു മൂവ് ഓവർ ദ സർഫസ് ഓഫ് അനദർ ബോഡി. അതായത് ഒരു ബോഡിയുടെ മുകളിലൂടെ മറ്റൊരു ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടാവുന്നത്, ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് എന്തുണ്ടാവും, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യും അല്ലേ, റെസിസ്റ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതായത് അവിടെ ആക്ച്വൽ മൂവ്മെൻറ്റ് എന്ത് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് തൊട്ട് മുമ്പുണ്ടാവുന്ന ആ ഒപ്പോസിങ് ഫോഴ്സാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ് പറയുന്നത് നോക്കാം. അതായത് ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു μs ഇൻറ്റു n എന്നാണ്. μs എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്, അത് അവിടുത്തെ കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് n ഈസ് ദ നോർമൽ റിയാക്ഷൻ. ഓക്കെ, സോ എങ്ങനെ എഴുതാം നമുക്ക്? Fs മാക്സിമം, അതായത് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് വിൽ ബി ഈക്വൽ ടു μs ഇൻറ്റു n എന്ന് എഴുതാം. μs ഞാൻ പറഞ്ഞതുപോലെ എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. n is the normal reaction, that is the law of static friction. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രമാത്രം മീൻസ് ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ചോദിക്കുമ്പോൾ ഇത്രമാത്രം മെൻഷൻ ചെയ്താൽ മതി. Fs എന്ന് പറഞ്ഞത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ദാറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു μs ഇൻറ്റു n ആണ്. ഓർ Fs maximum is equal to μs into n, where μs is the coefficient of static friction. The next question is state the law of കൈനറ്റിക് ഫ്രിക്ഷൻ. എന്താണ് കൈനറ്റിക് ഫ്രിക്ഷൻ്റെ ലോ? അതായത് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ദാറ്റ് മീൻസ് ദ ഒപ്പോസിങ് ഫോഴ്സ് ദാറ്റ് കംസ് ഇൻ ടു പ്ലേ വെൻ വൺ ബോഡി ഈസ് ആക്ച്വലി മൂവിങ് ഓവർ ദി സർഫസ് ഓഫ് അതർ ബോഡിയാണ്. അതായത് ഒരു ബോഡിയുടെ സർഫസിലൂടെ മറ്റൊരു ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഒപ്പോസിങ് ആയിട്ട് വരുന്ന ഫോഴ്സാണ് എന്ത്, കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, ഓർ കൈനറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇനി ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്നുള്ളത് നോക്കാം. അപ്പോൾ Fk എന്നാണ് കൈനറ്റിക് ഫ്രിക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു μk ഇൻറ്റു n ആണ്. അതായത് μk എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. സോ ദാറ്റ് ഈസ് ദ ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. ദാറ്റ് ഈസ് Fk ഈസ് ഈക്വൽ ടു μk ഇൻറ്റു n. μk ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ, n ഈസ് ദ നോർമൽ റിയാക്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമ്മൾ Fs മാക്സ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക, മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇനി ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് Fs മാക്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്റ്റ് ആണ്. അതായത് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിപെൻഡൻ്റ് ഓഫ് ഏരിയയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് വാരീസ് വിത്ത് നോർമൽ ഫോഴ്സ്. അതായത് നോർമൽ ഫോഴ്സ് വാരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വേരി ചെയ്യും. അതായത് Fs മാക്സ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു n ആണ്. ഫോഴ്സ് മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് മാറും, ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാറും. സോ Fs മാക്സ് വിൽ ബി ഈക്വൽ ടു μs ഇൻറ്റു n ആണ്. സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. The next question is write the characteristics of kinetic friction. എന്തൊക്കെയാണ് കൈനറ്റിക് ഫ്രിക്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞതുപോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷനും കൂടി ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്റ്റ് ആണ്. അതുപോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെലോസിറ്റി ഓഫ് സ്ലൈഡിങ്. ദെൻ കൈനറ്റിക് ഫ്രിക്ഷൻ വേരീസ് വിത്ത് നോർമൽ ഫോഴ്സ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, നോർമൽ ഫോഴ്സിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൈനറ്റിക് ഫ്രിക്ഷൻ വേരി ചെയ്യുന്നുണ്ട്. സോ Fk വിൽ ബി പ്രൊപ്പോർഷണൽ ടു n ആണ്, ഓർ Fk ഈസ് ഈക്വൽ ടു μk ഇൻറ്റു n എന്ന് എഴുതാം. സോ ഹിയർ μk എന്ന് പറയുന്നത് എന്താണ്,
യെസ്, ദാറ്റ് ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. The next question is, show that mu s is equal to tan theta. That is, the coefficient of static friction is equal to the tangent of angle of friction. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ടാൻ തീറ്റയ്ക്ക് ഈക്വൽ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. എപ്പോഴാണ് ടാൻ തീറ്റയ്ക്ക് ഈക്വൽ ആകുന്നത്? അതായത് when a body just begins to slide over the inclined surface. അതായത് ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ ഒരു ബോഡി ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ടാൻ തീറ്റയ്ക്ക് ഈക്വൽ ആണെന്നുള്ളതാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഡയഗ്രാം കാണാമല്ലേ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, നമ്മൾ സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യണം. അതായത് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ഒരു ബ്ലോക്ക് നമുക്ക് കാണാൻ കഴിയും അല്ലേ, ബ്ലൂ കളറിൽ. അപ്പോൾ ആ ബ്ലോക്ക് ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുന്നത് വരെ എന്ത് ചെയ്യണം, ഈ ആംഗിൾ തീറ്റ നമ്മൾ സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അത് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് നിർത്താം. അപ്പോൾ ആ ആംഗിളിനെ പറയുന്ന പേരാണ്, അതായത് തീറ്റയെ നമ്മളപ്പോൾ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് റീപ്പോസ് എന്നുള്ളത്. അതായത് ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന ആംഗിളാണ് തീറ്റ, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് റീപ്പോസ്. ഓക്കെ, ഇനി ആ സമയത്ത് നമുക്കിവിടെ ഈ ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ബ്ലോക്ക് നമ്മൾ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തായാലും ഒരു താഴത്തേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്, mg ആണ്. ഓക്കെ, അതുപോലെ തന്നെ നോർമൽ ഫോഴ്സ്, അതായത് ഒരു റിയാക്ഷൻ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് അപ്വേർഡ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് നോർമൽ ഫോഴ്സ് n എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ ഒരു മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ, FS മാക്സ് എന്ന് പറയുന്നത്. അതായത് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഫോഴ്സസ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന കേസിൽ അവിടെ എന്തായിരിക്കും, ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം, 0 ആയിരിക്കും. ഓക്കെ, അതായത് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന ആ പോയിന്റ് ആണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെ നമ്മൾ FS മാക്സ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷനാണ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അവിടെ എന്താണ്, അപ്പോൾ ഫോഴ്സസ് 0 ആയിരിക്കണം. അതുപോലെ തന്നെ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് mg എന്ന് പറയുന്നതിന് എന്ത് ചെയ്യാം, നമുക്ക് 2 കമ്പോണൻസ് ആക്കിയിട്ട് റിസോൾവ് ചെയ്യാം. അതായത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും ആക്കിയിട്ട് റിസോൾവ് ചെയ്യാം. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് mg cos തീറ്റ എന്ന് പറയുന്ന കമ്പോണൻറ്റും അതുപോലെ തന്നെ mg sin തീറ്റ, അങ്ങനെ 2 കമ്പോണൻസ് ആക്കിയിട്ട് നമ്മൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്, അതായത് ഇക്വിലിബ്രിയത്തിൽ ഉണ്ടാകുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ mg sin തീറ്റ എന്ന് പറയുന്നത് FS മാക്സിമത്തിന് ഈക്വൽ ആയിരിക്കും അല്ലേ, അത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, അവിടെ ഇക്വിലിബ്രിയത്തിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് mg sin തീറ്റയ്ക്ക് ഈക്വൽ ആണ് എന്ത്, FS മാക്സിമം എന്ന് പറയാം. അവിടുത്തെ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, μs × n ആണ് അല്ലേ. സോ μs × n ഒന്ന് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ mg sin തീറ്റ വിൽ ബി ഈക്വൽ ടു μs × n. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അടുത്ത കേസിൽ അതായത് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ mg sin തീറ്റ എന്തിന് ഈക്വൽ ആയിരിക്കും, നോർമൽ റിയാക്ഷൻ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. സോ ദാറ്റ് mg cos തീറ്റ is equal to n എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ. ഇനി ചെയ്യാനുള്ളത് ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ഒന്ന് ഡിവൈഡ് ചെയ്യാം. സോ mg sin തീറ്റ ബൈ mg cos തീറ്റ ദാറ്റ് വിൽ ബി ഈക്വൽ ടു μs n ബൈ n എന്ന് എഴുതാം. ഓക്കെ, അതിൽ mg ആൻഡ് mg വിൽ ഗെറ്റ് ക്യാൻസൽ, അതുപോലെ തന്നെ n ആൻഡ് n വിൽ ഗെറ്റ് ക്യാൻസൽഡ്. ബാക്കി റിമൈനിങ് എന്താണ്, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു μs എന്നുള്ളതാണ് കിട്ടുന്നത്. അപ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്, ടാൻ തീറ്റയ്ക്ക് ഈക്വൽ ആണ് അല്ലേ. സോ μs വിൽ ബി ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ ഇത്രയാണ് μs ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്നുള്ളതിൻ്റെ പ്രൂഫ്. ക്ലിയർ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ ആണ്. എന്തൊക്കെയാണ് ഫ്രിക്ഷൻ്റെ ഡിസഡ്വാൻറ്റേജസ്? നമ്മൾ ഫ്രിക്ഷനെ സാധാരണ ഒരു നെസസറി ഈവിൾ എന്ന് പറയാറുണ്ട് അല്ലേ, ബിക്കോസ് ഇറ്റ് ഹാസ് ബോത്ത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉള്ളതുകൊണ്ട് തന്നെ അതിനെ നെസസറി ഈവിൾ എന്ന് പറയാറുണ്ട്. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് മാത്രമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. എന്തൊക്കെയാണ് വരുന്നത്, അതായത് ഒരു മെഷീനകത്ത് ഡിഫറെൻറ്റ് മൂവിങ് പാർട്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ ഫ്രിക്ഷൻ എന്ത് ചെയ്യും, അതിൻ്റെ റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യും. സോ അവിടെ ഒരു ഹീറ്റ് എനർജിയുടെ ഫോമിൽ വേസ്റ്റേജ് ഓഫ് എനർജി ഉണ്ടാവും. അതുപോലെ തന്നെ ഫ്രിക്ഷൻ പ്രൊഡ്യൂസസ് വിയർ ആൻഡ് ടെയർ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് എഴുതാം. അതായത് ഇൻ എ മെഷീൻ വിത്ത് ഡിഫറെൻറ്റ് മൂവിങ് പാർട്സ് ഫ്രിക്ഷൻ ഒപ്പോസസ് റിലേറ്റീവ് മോഷൻ ആൻഡ് ദെർബൈ ഡിസിപ്പേറ്റ്സ് പവർ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഹീറ്റ് എനർജിയുടെ ഫോമിൽ പവർ എന്ത് ചെയ്യും, ഡിസിപ്പേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രിക്ഷൻ പ്രൊഡ്യൂസസ് വിയർ ആൻഡ് ടെയർ. ഓക്കെ, സോ ദീസ് ആർ ദ
disadvantages of friction. The next question is അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. എന്തൊക്കെയാണ് ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് പറയാൻ കഴിയും അല്ലേ. അതായത് ഫ്രിക്ഷൻ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഹെൽപ്സ് us ടു വാക്ക്, അതുപോലെ തന്നെ ടു ഹോൾഡ് ഒബ്ജക്ട്സ്, നമുക്ക് നടക്കാനും അതുപോലെ തന്നെ ഒബ്ജക്ട്സ് നമുക്ക് ഹോൾഡ് ചെയ്യാനും അതുപോലെ നമുക്ക് റൈറ്റ് ചെയ്യാൻ കഴിയുന്നത് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഓട്ടോമൊബൈൽസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്കൊരു ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് അത് നിൽക്കാനുള്ള കാരണം എന്താണ്? ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് മെയ്ഡ് യൂസ് ഓഫ് ബൈ ദ ബ്രേക്സ് ഇൻ മെക്കാനിക് മെഷീൻസ് ആൻഡ് ഓട്ടോമൊബൈൽസ്. അതായത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വെഹിക്കിൾസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെ വി ആർ ഏബിൾ ടു വാക്ക് ബിക്കോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത്. ദെൻ ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടയേഴ്സ് ആൻഡ് ദ റോഡ് പ്രൊവൈഡ് ദ നെസസറി എക്സ്റ്റേണൽ ഫോഴ്സ് ടു ആക്സിലറേറ്റ് ദ കാർ. അതായത് വണ്ടികൾ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അതായത് ടയറും റോഡും തമ്മിലുണ്ടാകുന്ന ഫ്രിക്ഷനാണ് എന്ത് ചെയ്യുന്നത്? അതിനുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അഡ്വാൻറ്റേജസിൽ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മെത്തേഡ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. എന്തൊക്കെയാണ് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ്? പോളിഷിങ് ദ സർഫസ്. കോൺടാക്റ്റിൽ വരുന്ന സർഫസസ് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഫ്രിക്ഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ലൂബ്രിക്കൻസിൻ്റെ യൂസിങ് ലൂബ്രിക്കൻസ്, അതുപോലെ തന്നെ ബോൾ ബെയറിംഗ് ബിറ്റ്വീൻ ദ മൂവിങ് പാർട്സ് ഓഫ് ദ മെഷീൻസ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അതായത് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ലൂബ്രിക്കൻസ് ആർ എ വേ ഓഫ് റെഡ്യൂസിങ് കൈനറ്റിക് ഫ്രിക്ഷൻ ഇൻ എ മെഷീൻ. അതുപോലെ തന്നെ അനദർ വേസ് ടു യൂസ് ബോൾ ബെയറിങ്സ് ബിറ്റ്വീൻ ടു മൂവിങ് പാർട്സ് ഓഫ് എ മെഷീൻ. ദെൻ എ തിൻ കുഷ്യൻ ഓഫ് എയർ മെയിൻറ്റെയിൻ ബിറ്റ്വീൻ സോളിഡ് സർഫസസ് ഇൻ റിലേറ്റീവ് മോഷൻ ഈസ് അനദർ എഫക്റ്റീവ് വേ ഓഫ് റെഡ്യൂസിങ് ഫ്രിക്ഷൻ. അപ്പോൾ അതിലേതെങ്കിലും രണ്ട് മെത്തേഡ്സ് ഒക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ കാർ മൂവിങ് ഓൺ എ കർവ്ഡ് ലെവൽ റോഡ്, വാട്ട് ആർ ദ വേരിയസ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ കാർ. അതായത് ഒരു കർവ്ഡ് ലെവൽ റോഡിലൂടെ മൂവ് ചെയ്യുന്ന ഒരു കാറിൽ ആക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെ ഫോഴ്സസ് ആയിരിക്കും? അതായത് ഒരു കാറാണ്, അത് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ കാർ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും? അതിനൊരു വെയിറ്റ് ഉണ്ടാവും അല്ലേ. അതായത് mg എന്ന് പറയുന്ന വെയിറ്റ് താഴത്തേക്ക് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ താഴത്തേക്ക് ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിന് ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും, അപ്വേർഡ്സ്. അതാണ് നോർമൽ റിയാക്ഷൻ n എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? അത് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും? ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ്, Fs എന്ന് പറയുന്ന ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ദീസ് ആർ ദ 3 ഫോഴ്സസ് ആക്ട് ഓൺ ദ കാർ. ഏതൊക്കെയാണ്? വെയിറ്റ് ഓഫ് ദ കാർ mg, ദെൻ നോർമൽ റിയാക്ഷൻ n ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് Fs. ഓക്കെ, hope it is clear to you. Now we can conclude the video. If you like the video, please like, share and subscribe. Thanks for watching.